കോടതി വിധിയിലൂടെ ലഭിച്ച ആദിവാസി ഭൂമിയിൽ കൃഷി ഇറക്കാനെത്തിയ ഗായിക നഞ്ചിയമ്മയെയും ബന്ധുക്കളെയും തടഞ്ഞു. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്നാണ് തടഞ്ഞത്. വ്യാജരേഖയുണ്ടാക്കി ഭൂമി കൈവശപ്പെടുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത് നൽകുകയാണെന്ന് നഞ്ചിയമ്മ ആരോപിച്ചു. എനിക്ക് ആ ഭൂമി തിരിച്ചു കിട്ടണം. തിരിച്ചാതെ പോയാൽ ഞാൻ അട്ടപ്പാടിനെ എന്റെ ഭൂമിയെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഏത് ഗവൺമെന്റ് വന്നാൽ എനിക്ക് ഉത്തരവ് തന്നിട്ടാണ് അതിനെ ഇറങ്ങാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ വിടൂല്ല. അതാണ് എന്റെ ഉത്തരവ്. ഇതിനെ നിങ്ങൾ കേസ് എടുക്കാതെ പോയാൽ, എന്റെ ഭൂമി തിരിച്ചു തരാതെ പോയാൽ ഞാൻ പോകുന്ന സ്ഥലത്തിന് പോകും. പിന്നെ നിങ്ങൾ പട്ടുപോകൂ. അത് നിങ്ങൾ തന്നെ ഓർമ്മിക്കണം. അത് ഞങ്ങളുടെ ഭൂമി, അട്ടപ്പാടി ഭൂമി തിരിച്ചു കിട്ടണം. എനിക്ക് എന്റെ മുത്തച്ഛന്റെ ഭൂമിയാണ്. മുത്തച്ഛനൊക്കെ ചെടി പിടിച്ചു വെട്ടിയ ഭൂമിയാണ്, മണ്ണാണ്. അതിനെ ഞങ്ങൾ തിരിച്ചെടുക്കും. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ആദിവാസി ഭൂമി അന്യാധീനപ്പെടൽ തടയൽ നിയമപ്രകാരം വിധിയായ ഭൂമിയിൽ പ്രവേശിച്ച് അവിടെ ഉഴുതുമറിച്ച് കൃഷി ഇറക്കാൻ വേണ്ടിയാണ് നഞ്ചിയമ്മ ഇന്നലെ ആ ഭൂമിയിലേക്ക്, കൃഷിഭൂമിയിലേക്ക് എത്തിച്ചേർന്നത്. ആ ഘട്ടത്തിലാണ് അവരെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ തടയുന്ന സാഹചര്യം ഉണ്ടായത്. അഗളി പ്രധാന റോഡരികിലെ 4 ഏക്കർ ഭൂമി ഉഴുത് കൃഷി ഇറക്കാൻ വേണ്ടി ട്രാക്ടറുമായാണ് നഞ്ചിയമ്മയും കുടുംബവും എത്തിയത്. ആ ഘട്ടത്തിലായിരുന്നു അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ PA ഷാനവാസ് ഖാന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അഗളി പോലീസും എത്തി ഇവരെ തടഞ്ഞത്. ഈ പ്രധാനമായും അവർ പറയുന്ന ഒരു കാര്യം, നിലവിൽ ഭൂമിക്ക് ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്ന ആളുകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരോട് മടങ്ങിപ്പോകണം എന്നുമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ നഞ്ചിയമ്മ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം, കന്ദസ്വാമി ബോയൻ എന്നയാളും തന്റെ ഭർത്താവും തമ്മിലുള്ള കേസിൽ TLA കേസ് ഉണ്ടായിരുന്നെന്നും 2023 അനുകൂല വിധി ലഭിച്ചു എന്നുമാണ് അവർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കൃഷി ഇറക്കാൻ വേണ്ടി എത്തിയത്. അപ്പോഴാണ് അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായതും. തങ്ങൾക്ക് അനുകൂലമായ വിധി നിൽക്കെ വ്യാജരേഖ നിർമ്മിച്ചുകൊണ്ട് ഭൂമി കൈവശപ്പെടുത്താൻ ചില റവന്യൂ ഉദ്യോഗസ്ഥർ ആളുകൾക്ക് ഒത്താശ ചെയ്ത് നൽകുന്നുണ്ട് എന്ന് നഞ്ചിയമ്മ ആരോപിച്ചു. TLA കേസുകളും അതിലുള്ള വിധികളും ഉദ്യോഗസ്ഥരും കോടതികളും പരിഗണിക്കുന്നില്ലെന്നും അവർ ആരോപിക്കുന്നു. എന്തായാലും വരുന്ന 19 ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. താൻ വീണ്ടും ഇനി അവിടെ വരും, അവിടെ കൃഷി ഇറക്കും, അത് തനിക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് എന്നുള്ളതാണ് നഞ്ചിയമ്മ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.